ഗൈസ്, അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ പറയട്ടെ, നമ്മുടെ ചാനലിൻ്റെ പേര് ഞാൻ ചെറുതായിട്ടൊന്ന് മാറ്റിയിട്ടുണ്ട്. ഇത് ഞങ്ങളുടെ ഇടം നാക്കിയിട്ടുണ്ട്. എല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ കുറേ ആയിട്ട് ഞാനിങ്ങനെ വീഡിയോസ് ഒന്നും എടുക്കാറില്ല കേട്ടോ. ഒന്നാമത് സമയം കിട്ടാറില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്ക് ചെറിയൊരു വീഡിയോ ആയിട്ട് വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ വേറൊന്നും അല്ല കേട്ടോ. നമ്മുടെ ഇപ്പോഴത്തെ യൂട്യൂബ് ചാനലായിക്കോട്ടെ, നമ്മൾ വീഡിയോസ് ഇടുമ്പം, ഷോർട്സ് ഇടുമ്പം അതിലൊരുപാട് പേര് തംബ്നെയിൽസ് വെക്കുന്നത് കാണാറുണ്ട് അല്ലേ. അപ്പം നമ്മൾ ഭൂരിഭാഗം പേർക്കും ഇപ്പോഴും തംബ്നെയിൽസ് വെക്കാനൊന്നും അറിയില്ല. അതിലൊരാളാണ് കേട്ടോ ഞാനും. എനിക്ക് കൂടുതലായിട്ട് അതിനെക്കുറിച്ചൊന്നും അറിയില്ല. പക്ഷെ ഞാൻ എൻ്റെ വീഡിയോസിന് കുറച്ച് ചെറുതായിട്ടൊക്കെ എനിക്ക് പറ്റുന്ന രീതിയിലൊക്കെ ഒരു തംബ്നെയിൽ പോലെയൊക്കെ ഈ കാണുന്ന അങ്ങനെ കുറേ ഉണ്ടാക്കി വെക്കാറുണ്ട്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. അപ്പം ഞാൻ എങ്ങനെയാണ് തംബ്നെയിൽ ഉണ്ടാക്കുന്നത്, ഞാൻ അതിന് ഏത് ആപ്പാണ് യൂസ് ചെയ്യുന്നത്, ഞാൻ എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നൊക്കെ ഞാൻ പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്നല്ല കേട്ടോ ചെയ്യുന്നത്. എല്ലാവർക്കും അടിപൊളിയായിട്ടൊക്കെ ചെയ്യാനറിയാം. എനിക്ക് അങ്ങനെയൊന്നും അറിയില്ല. അപ്പോൾ ഞാൻ ചെയ്യുന്ന രീതി അതെങ്ങനെയാണെന്ന് നിങ്ങളിലേക്ക് സിമ്പിളായി എത്തിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങൾക്കും എന്നെപ്പോലുള്ള ഒരുപാട് പേര് ഉണ്ടാവുമെന്ന് എനിക്കറിയാം. അപ്പം അതിൽ കുറച്ച് പേർക്കെങ്കിലും ഉപകാരം ആയിക്കോട്ടെ എന്നുള്ള രീതിയിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഈ ഒരു തംബ്നെയിൽ ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യുന്ന സ്റ്റെപ്പ് എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഈ തംബ്നെയിൽ ഉണ്ടാക്കാൻ പറ്റിയ ഫോട്ടോസ് നമ്മൾ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിനുശേഷം നമ്മൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഒഴിവാക്കിയിട്ട് ഫോട്ടോസ് മാത്രമായിട്ട് എടുക്കണം കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ ഫസ്റ്റ് തന്നെ ചെയ്യുന്ന കാര്യം. ആദ്യം തന്നെ നമുക്ക് ഫോട്ടോസിൻ്റെ ബാക്കിൽ വരുന്ന ബാക്ക്ഗ്രൗണ്ട് എറേസ് ചെയ്തിട്ട് നമുക്ക് വേണ്ട ഫോട്ടോസ് മാത്രമായിട്ട് എടുക്കണം. അപ്പം അതിന് ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഞാൻ അതിന് യൂസ് ചെയ്യുന്നൊരു ആപ്പ് ഉണ്ട്. അതാണ് ബാക്ക്ഗ്രൗണ്ട് എറേസർ എന്ന് പറഞ്ഞ ആപ്പാണ്. അതിൻ്റെ ഇതൊക്കെ ഞാൻ സൈഡിൽ കൊടുക്കാം. അപ്പോൾ ഈ കാണുന്നതാണ് ആ ബാക്ക്ഗ്രൗണ്ട് ഇറേസർ എന്ന് പറഞ്ഞ ആപ്പ്. അത് തുറന്നാൽ ഇങ്ങനെയാണ് ഉണ്ടാവുക. ലോഡേ ഫോട്ടോ എന്ന് കാണാം, അതിൻ്റെ ഇടയിൽ ഒറിജിനൽ ആൽബം കാണാം. ഞാൻ യൂസ് ചെയ്യുന്ന ഇതിൽ ഞാൻ എന്തൊക്കെയാണ് യൂസ് ചെയ്യുന്നത് മാത്രമായിട്ടോ ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇതിൽ ആ ഒറിജിനൽ ഫോട്ടോ അല്ല, ഞാൻ അതിൻ്റെ മുകളിൽ ലോഡേ ഫോട്ടോ എന്നുള്ള അവിടെ ക്ലിക്ക് ചെയ്യും. അവിടെ നമുക്ക് വേണ്ട ഏത് ഫോട്ടോയാണോ അതിൽ ഫസ്റ്റ് ഫോട്ടോ നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമ്മൾ ഫോട്ടോ സെലക്ട് ചെയ്തതിന് ശേഷം അവിടെ നമുക്ക് ക്രോപ്പ് ചെയ്യണോ അല്ലെങ്കിൽ മൊത്തമായിട്ട് എങ്ങനെയാണെന്നുള്ളത് അവർ ചോദിക്കും. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ സൈഡൊക്കെ ക്രോപ്പ് ചെയ്ത് സെറ്റാക്കിയിട്ട് നമ്മൾ ഡണ്ണ് കൊടുത്ത് കഴിയാം. അപ്പോൾ ഒരു സ്ക്രീനിലേക്കാണ് വരിക. ആ സ്ക്രീനാണ് ഈ സൈഡിൽ കാണുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഈ ഒരു അടുത്തൊരു പേജിലേക്ക് വരുമ്പോൾ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് കാണാം. അല്ല, ആ സൈഡിൽ തന്നെ ഒരു ബാക്ക്ഗ്രൗണ്ട് കളർന്ന് കാണാം. അത് ബാക്കിലത്തെ ആ ബാക്ക്ഗ്രൗണ്ട് ഏത് കളർ വേണം അത് ക്ലിക്ക് ചെയ്ത് നോക്കിയാൽ നമുക്ക് ഓരോ കളർ കാണാം. അതിൽ ഏത് വേണമെങ്കിൽ നമുക്ക് സെറ്റ് ചെയ്യാം. അത് കഴിഞ്ഞാൽ AI ഓട്ടോ ഉണ്ട്. അപ്പം ഞാൻ ചെയ്യുന്ന കാര്യം എന്താ വെച്ചാൽ, ഈ AI ഓട്ടോ എന്ന് വെച്ചാൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് ആ ബാക്ക്ഗ്രൗണ്ട് എറേസ് ചെയ്ത് കിട്ടും. അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ ഉള്ളത് എന്താ വെച്ചാൽ, ചില സമയത്ത് നമുക്ക് ചിലപ്പോൾ നമ്മുടെ മുഖത്തിലെ ചില സൈഡൊക്കെ ഒഴിവായിട്ടായിരിക്കും ആ ഒരു അവർ ഓട്ടോമാറ്റിക്കലി ചെയ്യുമ്പോൾ അങ്ങനെയൊക്കെയാണ് വരിക. ചില ഫോട്ടോസ് മാത്രമേ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. പക്ഷെ ചില ഫോട്ടോസൊക്കെ അവിടെ ആയിട്ടുണ്ടാവും. അപ്പം നമുക്കത് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷനും ഇതിലുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, റിപ്പയർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു എവിടെയൊക്കെയാണ് റെഡി ആവാത്ത അവിടെയൊക്കെ നമുക്ക് റിപ്പയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതൊക്കെ റെഡി ആയിട്ട് കിട്ടും. അതൊക്കെ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും അതെങ്ങനെയാണ് ചെയ്യുക. റിപ്പയർ എന്ന് കൊടുത്താൽ നമുക്കങ്ങനെ ചെയ്യാൻ പറ്റും. പിന്നെ അതിൻ്റെ അടുത്ത് തന്നെ മാനുവലിനുണ്ട്. ഇപ്പം നമ്മൾ AI ഓട്ടോ നെക്കിയത് കൊണ്ടാണ് ഓട്ടോമാറ്റിക്കലി ആ ബാക്ക്ഗ്രൗണ്ട് എറേസ് ചെയ്ത് വന്നത്. അങ്ങനെ ചെയ്യാതെ നമുക്ക് ഈ നമുക്ക് അവിടെ മാനുവലിൽ നിന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമുക്ക് തന്നെ സ്വയം അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ എറേസ് ചെയ്തിട്ട് സെറ്റ് ചെയ്യാനും പറ്റും കേട്ടോ. അപ്പോൾ ഇങ്ങനെ രണ്ട് ഓപ്ഷനാണുള്ളത്. AI ഓട്ടോ നെക്കി ഓട്ടോമാറ്റിക്കലി നമുക്ക് ബാക്ക്ഗ്രൗണ്ട് എറേസ് ചെയ്ത് കിട്ടും. അതല്ലാതെ നമ്മൾ മാനുവലി ചെയ്യാനും പറ്റും. ഈ രണ്ട് ഓപ്ഷനും ഈ ബാക്ക്ഗ്രൗണ്ട് എറേസറിൽ നമുക്ക് കിട്ടുന്നുണ്ട്. ഞാൻ കൂടുതലായിട്ട് ചെയ്യാറ് AI ഓട്ടോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എറേസ് ആവും. അതിൽ ബാക്കി എന്നെ ഫിനിഷ് ചെയ്യാനുള്ളത് റിപ്പയർ വെച്ച് ഫിനിഷ് ചെയ്യും. എറേസ് ചെയ്യാനാണെങ്കിൽ അതും ചെയ്യും. ഈ മാനുവലി ചെയ്യുമ്പോൾ നമ്മൾ കുറേ ഇരുന്ന് ഇങ്ങനെ മായ്ക്കണമല്ലോ. അപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ AI ഓട്ടോ കൊടുത്ത് ഓട്ടോമാറ്റിക്കലി റിമൂവ് ആയതിനു ശേഷം നമുക്ക് വേണമെങ്കിൽ റിപ്പയർ ചെയ്യേണ്ടടുത്ത് റിപ്പയർ നെക്കിക്കാൻ നമുക്ക് ഒന്നും കൂടി റെഡിയാക്കി എടുക്കാം. ഇറേസ് ചെയ്യാനാണെങ്കിൽ നമുക്ക് മാനുവൽ ക്ലിക്ക് ചെയ്തിട്ട് ബാക്കിയുള്ള സ്ഥലം ഇറേസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് കൂടുതൽ പണി ഒഴിവാക്കി കിട്ടുന്നു തന്നെ പറയാം. അപ്പോൾ അതൊരു സിമ്പിൾ വഴിയായിട്ടാണ് എനിക്ക് തോന്നാറ്. അപ്പോൾ ഞാൻ അങ്ങനെയാണ് ചെയ്യാറ്. അതിനുശേഷം നമുക്കത് സേവ് ചെയ്യാം. സേവ് ചെയ്യുക എങ്ങനെയാണെന്ന് വെച്ചാൽ, മേലുള്ള ഒരു ഡൺ ഓപ്ഷൻ കാണാം. അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്താൽ നമുക്ക് സേവ് ഓപ്ഷനിലേക്ക് പോകും. അപ്പോൾ നമുക്കത് കറക്റ്റ് സൂം ചെയ്തൊക്കെ നോക്കി ഓക്കെ ആണെങ്കിൽ നമുക്കൊരു സേവ് ഓപ്ഷൻ വരും. സേവ് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഗാലറിയിൽ ഈ ഫോട്ടോ സേവ് ആവും കേട്ടോ. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് എറേസ് ചെയ്തിട്ട് നമുക്ക് വേണ്ട ഫോട്ടോസൊക്കെ ബാക്ക്ഗ്രൗണ്ട് എറേസ് ചെയ്തിട്ട് സെറ്റാക്കി വെക്കാം തംബ്നെയിലേക്കുള്ള. അപ്പോൾ എൻ്റെ തംബ്നെയിൽ ചെയ്യുമ്പോൾ അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് തന്നെ ബാക്ക്ഗ്രൗണ്ട് എറേസ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. ഇതൊക്കെ കൂടി ചെയ്യുന്ന ആപ്പൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞു തരുന്നത് കേട്ടോ. അപ്പം സിമ്പിളായിട്ട് പെട്ടെന്ന് ചെയ്ത് തീർക്കാമെന്നാണ് എനിക്ക് തോന്നിയൊരിതാണ്. 2-3 ആപ്പൊക്കെ യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നതെന്നേ ഉള്ളൂ. അപ്പം ഫസ്റ്റ് നമ്മൾ ബാക്ക്ഗ്രൗണ്ട് എറേസർ എന്ന ആപ്പ് ഉപയോഗിച്ചിട്ട് ബാക്ക്ഗ്രൗണ്ടൊക്കെ എറേസ് ചെയ്ത് വെച്ചിട്ടുണ്ട്.
അപ്പോൾ നമ്മുടെ തമ്പനെയിൽ ക്രിയേഷൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പാണെന്ന് ഞാൻ കാണിച്ചത് കേട്ടോ. ബാക്ക്ഗ്രൗണ്ടൊക്കെ എറേസ് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ സെക്കൻഡ് സ്റ്റെപ്പ് എന്താണെന്നുള്ളത് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കാം. കാരണം ഒരു വീഡിയോ ഇങ്ങനെ വലിച്ചു നീട്ടി കൊണ്ടുപോയാൽ എല്ലാവർക്കും കാണാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് കേട്ടോ 2 പാർട്ടായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ അടുത്ത സ്റ്റെപ്പ് കാണിക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇത്രയും പറഞ്ഞത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നുണ്ട്. എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി. അങ്ങനെ വലിയ കാര്യങ്ങളൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല, അത്രയും സിമ്പിളായിട്ടുള്ള കാര്യങ്ങളേ ഉള്ളൂ. എല്ലാവർക്കും എനിക്ക് തോന്നുന്നു ആ ആപ്പ് എടുത്ത് ചെയ്ത് നോക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ സ്റ്റെപ്പൊക്കെ ഒന്ന് സെറ്റാക്കി ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ആർക്കെങ്കിലുമൊക്കെ ഒരു ഉപകാരമാണെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ കേട്ടോ. അപ്പോൾ പാർട്ട് 2 കാണാൻ മറക്കല്ല കേട്ടോ. അപ്പോൾ ഇത് ഞങ്ങളുടെ ഇടം. എല്ലാവർക്കും ബൈ.